തയ്യാറല്ല. നിസ്കാരത്തിന്റെ തഴമ്പുണ്ടാവും, ഹാജിയാർ എന്ന ടൈറ്റിൽ ഉണ്ടാകും, തലയിൽ തൊപ്പിയുണ്ടാകും, ചിലപ്പോൾ നല്ല ധാടിയുണ്ടാവും. പക്ഷേ അവരുടെ വ്യക്തി ജീവിതത്തിന്റെ തലങ്ങളിൽ ഇസ്ലാമികമായ ചിട്ട പലപ്പോഴും ആഘോഷവേളകളിൽ അവർ നിയന്ത്രിക്കാൻ തയ്യാറല്ല. പല നാടുകളിൽ നിന്നും അത്തരം തെറ്റായ ന്യൂസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, അവര് നോമ്പെടുക്കുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, ഹജ്ജ് ചെയ്യുന്നവരാണ്. പക്ഷേ അവർ ഇത്തരം മ്യൂസിക്കുകളുടെയും പാട്ടുകളുടെയും അതുപോലെ തന്നെ ഇത്തരം അനുമോദനങ്ങളുടെയും നടുവിൽ പെട്ടുപോകുന്നവരാണ്. നല്ല നിഅമത്തുള്ളതിന്റെ പേരിൽ മക്കളെ മുഴുവനും ആർഭാട നിർഭരമായ ജീവിതത്തിലേക്ക് വിട്ടിട്ട് നമ്മുടെ പള്ളികളിൽ ഇരിക്കുന്ന എത്രയോ ഉപ്പമാരുണ്ട്, പിതാക്കളുണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇത് മുഴുവനും റബ്ബിന്റെ അടുക്കൽ കണക്ക് പറയേണ്ടതാണ്. കാരണം നിങ്ങൾ ചെയ്തു കൊടുത്ത സൗകര്യങ്ങളെല്ലാം ലിയുദില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവരെ മാറ്റി ചിന്തിപ്പിക്കാനാണ് ഉപകാരപ്പെടുന്നത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലോകമെന്ത് പറയുന്നു എന്നതല്ല മാനദണ്ഡം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറയുന്നു എന്നതാണ് മാനദണ്ഡമാകേണ്ടത്. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീനാ. അല്ലാഹുവും റസൂലും ഒരു കാര്യം വിലക്കി എന്ന് കേട്ടാൽ വിട്ടുനിൽക്കാനുള്ള മനസ്സ് വേണം. അല്ലാഹുവും റസൂലിനും ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് കേട്ടാൽ അതെനിക്ക് ഇഷ്ടമല്ലാതെ ആകുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈമാൻ സമ്പൂർണമാകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എനിക്കും ഇഷ്ടമല്ല. അല്ലാഹു വിലക്കിയതാണെങ്കിൽ എനിക്കതിന് ആവശ്യമില്ല എന്ന നിലയിലേക്ക് നമ്മുടെ ചിന്ത ഉയരുമ്പോഴേ ഈമാൻ സമ്പൂർണമാകൂ. അതുകൊണ്ട് മക്കളുടെ മനസ്സിലേക്ക് പതിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാഹുവെ കുറിച്ചുള്ള വിചാരമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ബോധമാണ്. ആ ബോധമാണ് ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് സുന്ദരിയായ പെണ്ണ് എല്ലാ വിധേനയും വഴിപ്പെടാൻ കാത്തിരുന്നപ്പോഴും ആ ചെറുപ്പക്കാരൻ ആലോചിക്കുന്നത്, റബ്ബേ നിന്റെ കോടതിയിൽ എന്നെ പിടിക്കില്ലേ. ധൈര്യസമേതം അവിടെ നിന്ന് ചാടിയിട്ട് കൈക്കുമ്പിളിലേക്ക് സുവർണ സമ്മാനം കിട്ടിയപ്പോ ചോദിക്കുന്നു, അല്ലാഹ് ഇതെന്റെ സ്വർഗത്തിൽ ലഭിക്കാനുള്ള ആനുകൂല്യത്തിന്റെ അംശമാണോ? അതെ, നിങ്ങൾ ഈ തെറ്റിൽ നിന്ന് വിട്ടുതിന്നതിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾക്ക് സ്വർഗത്തിൽ തരുന്നതിന്റെ 25% എന്നങ്ങ് പറയുമ്പോഴേക്ക് ആ സഹോദരൻ അവിടുന്ന് പറയുന്നു, എനിക്ക് ഇതും ഇവിടെ ആവശ്യമില്ല. അല്ലാഹു ജല്ല ജലാലുഹു അവൻ ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ ആനുകൂല്യത്തിൽ നിന്ന് ഈ ഒരു തെറ്റിൽ നിന്ന് വിട്ടുനിന്നതിന് അവിടെ അല്ലാഹു നൽകുന്നതിന്റെ ഒരംശം പോലും എനിക്ക് ഭൂമിയിലേക്ക് ആവശ്യമില്ല. എനിക്ക് ആവശ്യമുള്ളത് നിന്നെ കാണാനാണ്. അതുകൊണ്ട് എനിക്ക് സൗകര്യം ചെയ്തു തരണേ അല്ലാഹ്. ഈ ഒരു ആത്മീയ ബോധമാണ് നമ്മുടെ മക്കൾക്കില്ലാതെ പോയത്. കാരണം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വേലിയേറ്റത്തിന്റെ ഇടയിൽ ആത്മീയ വിദ്യാഭ്യാസത്തെ നമ്മൾ അവഗണിച്ചു കളഞ്ഞു. എന്റെ മകൻ ഡോക്ടറോ എഞ്ചിനീയറോ വൈറ്റ് കോളറോ ആകണമെന്ന് മാത്രം ചിന്തിച്ചു. എന്റെ മകൻ ബുദ്ധിയുണ്ടെങ്കിൽ അവൻ മുസ്ലിയാരാകരുതെന്ന് നമ്മൾ എഴുതി വെച്ചു. എന്നാൽ മുൻഗാമികൾ അങ്ങനെയല്ല. ഏറ്റവും ബുദ്ധിയുള്ള മകനെയാണ് അല്ലാഹുവിന്റെ ദീനിന്റെ കൈകാര്യത്തിന് പഠിക്കാൻ വിട്ടുകൊടുക്കുന്നത്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഫാസ്റ്റ് മെമ്മറിയുള്ള കുട്ടിയാണ്. അതുകൊണ്ട് ഉമ്മ തീരുമാനിച്ചു, എന്റെ മകൻ മക്കയിൽ പോയി അല്ലാഹുവിന്റെ ദീന് പഠിക്കട്ടെ. ആ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, മണ്ഡലങ്ങളെ
മുഴുവനും ഉൾക്കൊള്ളുന്ന വിജ്ഞാനത്തിന്റെ പ്രഭ്യയായി മാറിപ്പോയി. ലോകത്തുള്ള എല്ലാ മുസന്നിഫീങ്ങൾക്കും ശാഫിഈ ഇമാമിനോട് കടപ്പാടുണ്ട്. കാരണം ആദ്യമായി നിദാന ശാസ്ത്രത്തെ ക്ലിപ്തപ്പെടുത്തിയത് കൊണ്ട് എല്ലാ മുസന്നിഫീങ്ങൾക്കും ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങളോട് കടപ്പാടുണ്ട്. കർമ്മശാസ്ത്രത്തിന്റെ ആകാശത്തെ ചിട്ടപ്പെടുത്തിയത് കൊണ്ട് എല്ലാ കർമ്മശാസ്ത്ര വിശാരദന്മാരും അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹുവിനോട് കടപ്പാടുള്ളവരാണ്. ആ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാണ്. ഉമ്മ പറഞ്ഞു, മോനെ, നിന്റെ ബുദ്ധി, നിന്റെ വൈഭവം ഇന്ന ഉസ്താദിന്റെ അടുക്കലേക്ക് പോകണം മോനെ. മാതാവിന്റെ മാർഗനിർദ്ദേശം കൊണ്ടാണ് അബൂ ഹനീഫ ഇമാം തങ്ങൾ ആത്മീയ വിജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാം തങ്ങളെ ആത്മീയതയുടെ വഴിയിൽ കടത്തിവിട്ടത് പ്രിയപ്പെട്ട മാതാവാണ്. അതുകൊണ്ട് തന്നെയാണ് പിൽക്കാലത്ത് വന്ന മഹാന്മാരായ പണ്ഡിതന്മാരെല്ലാം ശാഫിഈ ഇമാമിന്റെ ഉമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥന നടത്തിയത് ഗ്രന്ഥങ്ങളിൽ കാണാം. ആ മകനെ എന്ന് പറഞ്ഞു വിട്ടത് കൊണ്ടല്ലേ ലോകത്ത് വിജ്ഞാനത്തിന് നല്ല ഒരു സാരഥിയെ ലഭിച്ചത് എന്ന നിലക്ക് ആധുനിക പണ്ഡിതന്മാര് വരെ ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാക്ക് അവിടുന്ന് ദുആ ചെയ്തതായി കാണാം. നബവി ഇമാം തങ്ങളെ പ്രായമൽപ്പമേറിയപ്പോഴും പഠിക്കാൻ പോയി. അഥവാ സാധാരണ വിദ്യാർത്ഥി പ്രായത്തിന് ശേഷവും ഓതാൻ പോയപ്പോഴും നബവി ഇമാം തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തത് പിതാവാണ്. മോനെ, നീ പ്രായപൂർത്തിയായില്ലേ, ഇനി അധ്വാനിച്ച് ജീവിച്ചുകൂടെ എന്ന് പറയുന്നതിന് പകരം നബവി ഇമാം തങ്ങൾക്ക് ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന മഹാനവറുകൾക്ക് ആ ഭക്ഷണം കൊണ്ടുകൊടുത്ത് സേവനം ചെയ്തത് പിതാവല്ലയോ? മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന് ആത്മീയതയുടെ ഗോപുരങ്ങളെ മുഴുവനും കീഴടക്കിയിട്ട് ലോകത്തിന്റെ ആത്മീയ പ്രപഞ്ചത്തിലെ അനിഷേധ്യ സാന്നിധ്യമാകാനുള്ള നിയോഗത്തിന് നിമിത്തമായത് പ്രിയപ്പെട്ട മാതാവായിരുന്നില്ലേ? അങ്ങനെ മാതാപിതാക്കളുടെ ചിന്തകൾ, എന്റെ മകൻ ആത്മീയതയ്ക്ക് ഉപകാരപ്പെടുന്ന മകനാകണം, എന്റെ മകൻ അള്ളാഹുവിന്റെ ദീനിന്റെ കാവലാളാകണം എന്ന ചിന്തയിലേക്ക് മാറ്റുമ്പോഴേ ഇവിടെ ഇസ്ലാമിന് കൈകാര്യകർത്താക്കൾ ഉണ്ടാവൂ. എന്റെ മകൻ നല്ല ബുദ്ധിമാനാണ്, SSLCക്ക് നല്ല മാർക്കുണ്ട്, അതുകൊണ്ട് അവന്റെ ചിന്തയിലും ബുദ്ധിയിലും അള്ളാഹുവിന്റെ ദീൻ കടന്നു വരട്ടെ എന്ന് ചിന്തിക്കണം. സീറയുടെ പണ്ഡിതന്മാർ ഇബ്നു ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ളവർ അവരുടെ മെമ്മറിയെ കുറിച്ച് പറയുന്ന സ്ഥലങ്ങളിൽ വായിച്ചിട്ടുണ്ടാകും നമ്മളെല്ലാം. അവർ കേൾക്കുന്നതെല്ലാം ഓർമ്മയിൽ കിടക്കുന്നവരാണ്. ഓർമ്മയിൽ നിന്ന് മാറ്റാൻ പറ്റാത്ത അത്രയും ഓർമ്മയുടെ ആളുകൾ. അതിൽ പല ആളുകളും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദുമാരിൽ തന്നെ ചിലരെ കാണാം. അവര് പുറത്തേക്ക് ഇറങ്ങിയാൽ ചെവിയിൽ എന്തെങ്കിലും കൊണ്ട് അടച്ചു വെച്ചിട്ട് മാത്രമേ ഇറങ്ങൂ. മറ്റെന്തെങ്കിലും അബദ്ധസ്വരങ്ങൾ അവരുടെ മെമ്മറിയിൽ കിടക്കാതിരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനൊപ്പം അത് ഇടകലരാതിരിക്കാൻ. ഇതുപോലെ തീർത്തും സൂക്ഷ്മമായി മക്കളെ ആത്മീയതയുടെ വഴിയിൽ മാത്രം കടത്തിക്കൊണ്ടുപോകാനുള്ള വിചാരം ഇന്ന് നമ്മുടെ രക്ഷിതാക്കളിൽ വിട്ടുപോയി. നമ്മൾ വിചാരിച്ചു ഇവിടെ മാത്രമേ ജീവിതമുള്ളൂ എന്ന്. നമ്മൾ വിചാരിച്ചു എന്റെ മകൻ ഡോക്ടറോ എഞ്ചിനീയറോ നല്ല വിദ്യാഭ്യാസമുള്ളവനോ ആയെങ്കിൽ മാത്രമേ രക്ഷപ്പെടുള്ളൂ എന്ന് ആരോ പറയാതെ നാം എഴുതി പിടിപ്പിച്ചു. ഇന്നലകളിൽ ഭൗതിക വിദ്യാഭ്യാസമില്ലാത്തതിന്റെ പേരിൽ എന്തൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കി. ഇന്ന് കേവലമായ ഭൗതിക വിദ്യാഭ്യാസത്തിലേക്ക് മാത്രം നാം തിരിയാൻ തുടങ്ങി. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കളെ അരുതായ്മകൾ ഇനിയും കൂടിക്കൂടിയാണ് വരിക. അറബിക്കടലിന്റെ അലമാലകൾ സമാനമായി അരുതായ്മകൾ ലോകത്തെ കീഴടക്കാൻ ശ്രമിക്കുമ്പോ അല്പമെങ്കിലും നിയന്ത്രിക്കപ്പെടണമെങ്കിൽ അവർക്ക് ബോധമുണ്ടാകണം. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. മോനെ, നിന്റെ മൊബൈലിലേക്ക് ഇടക്കിടക്ക് കസ്റ്റമർ കെയറിലെ പെണ്ണ് വിളിക്കുമ്പോ
അത് ആസ്വാദനത്തിന്റെ ശബ്ദമാണെന്ന് കരുതി തുടർന്ന് കേൾക്കാതിരിക്കണമെങ്കിൽ അല്ലാഹുവിങ്കൽ എന്റെ കേൾവി ചോദ്യം ചെയ്യപ്പെടുമെന്ന ബോധമുണ്ടാകണം. 3G മൊബൈലിലൂടെ ഏതോ പെണ്ണ് എവിടെ നിന്നോ നിന്നെ വിളിക്കുമ്പോൾ അതിൽ നിന്റെ കണ്ണ് നട്ടുപോകാതിരിക്കണമെങ്കിൽ നിന്റെ കാഴ്ചയെക്കുറിച്ച് അല്ലാഹുവിന്റെ അടുക്കൽ വിചാരണയുണ്ടെന്ന ബോധമുണ്ടാകണം. നിന്റെ അടുക്കലേക്ക് ഐ ലവ് യു എന്ന മെസ്സേജ് ഏതോ ഒരു പെണ്ണ് അറിയാതെ നമ്പർ മാറി പറഞ്ഞു വിട്ടപ്പോൾ തിരിച്ചതിന് യെസ് എന്ന് ടൈപ്പ് ചെയ്യാൻ നിന്റെ വിരൽ ചലിക്കാതിരിക്കണമെങ്കിൽ ഇത് റബ്ബിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുന്നതാണെന്നും ഇത് സംസാരിക്കുന്നതാണെന്നുമുള്ള ബോധമുണ്ടാകണം. അതുപോലെ നമ്മൾ കിതാബ് നോക്കാനാണെങ്കിലും നമ്മുടെ സൈറ്റുകൾ ഓപ്പൺ ചെയ്യാനാണെങ്കിലും ഇന്റർനെറ്റിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ സ്ത്രീകളുടെയും വൃത്തികേടുകളുടെയും ചിത്രം വരുമ്പോ എന്നാൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം എന്ന് നിന്റെ മനസ്സ് മാറാതിരിക്കണമെങ്കിൽ എന്റെ ഈ സ്വകാര്യ ജീവിതത്തിൽ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിങ്കൽ നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ള ബോധമുണ്ടാകണം. ഇന്ന് അത്തരം ബോധങ്ങളെല്ലാം മരിപ്പിച്ച് മദ്രസയിൽ നിന്ന് മക്കളെ അകറ്റി നിർത്തി ഇംഗ്ലീഷ് മീഡിയത്തിൽ മദ്രസയുണ്ടെങ്കിൽ അത് കിട്ടിയെങ്കിലായി എന്നിടത്തേക്ക് മാത്രം എത്തിയിട്ട് നമ്മുടെ മക്കളെ മതവിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റിയിട്ട് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ മട്ടുപ്പാവുകളിൽ കെട്ടി ഒരുക്കി വിടുന്ന രക്ഷിതാക്കളെ, നിങ്ങളുടെ മക്കളെ എന്തു ചെയ്യാനാണ് അല്ലാഹ് പറഞ്ഞത്? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസ് വൽ ഹിജാറ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അവരെ സ്വർഗസ്ഥരാക്കാനാണ്, അവരെ സ്വർഗത്തിലേക്ക് വിടാനാണ് മക്കളെ നിങ്ങൾക്ക് നൽകിയത്, അവരെ നരകത്തിലേക്ക് വിടാതിരിക്കാനാണ്. ഭാര്യമാരെ നിങ്ങൾ കേൾപ്പിച്ചു തന്നത് അവർക്ക് സ്വർഗം വാങ്ങിക്കൊടുക്കാനാണ്, നരകം വാങ്ങിക്കൊടുക്കാനല്ല. അതുകൊണ്ട് അവര് സ്വർഗസ്ഥമായ വഴിയിലാണോ എന്ന ആലോചന വേണം. ആലപ്പുഴയിലെ ആത്മഹത്യയിലെ വില്ലൻ കളിച്ചത് മൊബൈൽ ഫോണായിരുന്നില്ലേ? അതല്ല അപ്പുറത്ത് ലോഡ്ജിൽ നിന്നൊരു സഹോദരിയും മറ്റൊരുത്തനും ആത്മഹത്യ ചെയ്തത് ഭർത്താവില്ലാത്ത സമയത്ത് ഏതോ ഒരുത്തന്റെ മൊബൈലിൽ കോണ്ടാക്ട് ചെയ്തതിന്റെ വിവരം ഭർത്താവ് അറിഞ്ഞതുകൊണ്ടല്ലേ? നിങ്ങൾ എത്രയോ തവണ വായിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് സമാനതകളുള്ളത്. ഇതുപോലെ നമ്മുടെ നാട്ടിലെ അരുതായ്മകളുടെ മുഴുവനും ജ്വല്ലറി മോഷണം മുതൽ ഇങ്ങോട്ടുള്ള പ്രമാദമായ 50-ൽ പരം കേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയാരാണ്? നമ്മുടെ നാട്ടിലെ മൊബൈൽ സംവിധാനമാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതെങ്കിൽ മോനെ, നിന്റെ കയ്യിലേക്ക് അല്ലാഹു നൽകിയ മൊബൈലിനെ കുറിച്ചും അല്ലാഹു വിചാരണ ചെയ്യുന്നതാണ്. അബൂദാബിയിൽ നിന്ന് ദുബൈയിലേക്ക് എക്സ്പ്രസ് ഹൈവേയിൽ പോകുന്ന ഡ്രൈവർക്ക് ഇടയ്ക്കിടെ ഈമാൻ ഉണ്ടാകും. കാരണം എന്താ? മുറാഖബും റഡാർ ചെക്കിംഗ് ഉള്ള റോഡിലൂടെയാണ് പോകുന്നത്. നാട്ടിലേക്ക് വരുമ്പോൾ അക്കൗണ്ടിൽ നിന്ന് പൈസ കട്ടാവുകയോ പ്രതിക്കൂട്ടിലാവുകയോ ചെയ്യുമെന്ന ബോധമുണ്ട്. അവിടെ നിരീക്ഷണത്തിന്റെ ഒളിക്യാമറകളുണ്ടെന്ന ഈമാൻ ഉള്ളത് കൊണ്ടാണ് ഡ്രൈവർ ഇടയ്ക്ക് അവിടുന്ന് മീറ്ററിലേക്കും റോഡ് എവിടെ എത്തിയെന്നും പരിശോധിക്കുന്നത്. എന്നാൽ ഇന്ന റബ്ബക ലബിൽ മിർസാദ്, മാനവിക ജീവിതത്തിന്റെ രഹസ്യ പരസ്യ സ്വകാര്യ സുതാര്യ തലങ്ങൾ മുഴുവനും ലോകാധികാരിയായ അല്ലാഹുവിന്റെ ഒളിക്യാമറകളിൽ തെളിയുകയും ഒപ്പിയെടുക്കപ്പെടുകയും അവന്റെ വിചാരണയുടെ നാളിൽ റിപ്പോർട്ട് നൽകപ്പെടുകയും ചെയ്യുമെന്ന ഈമാനുണ്ടായാൽ മാത്രമേ അവന് തെറ്റിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂ. അതിനുള്ള ഏറ്റവും വലിയ മരുന്നാണ് അത്തഖ്വാ. അല്ലാഹുവെ കുറിച്ചുള്ള ബോധത്തിനല്ലാതെ ഇതിനെല്ലാം നിയന്ത്രിക്കാൻ കഴിയില്ല. പാതിരാത്രി കോഴിക്കോട് നിന്ന് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ബസ്സിൽ തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ കയറിയാൽ സിനിമയുടെ സ്ക്രീൻ തെളിയുന്നുണ്ടാകും, എല്ലാവരും അത് കണ്ടാസ്വദിക്കുന്നുണ്ടാകും.
മോനെ, നിന്റെ കണ്ണിനു ഷട്ടറിടാൻ നിന്റെ മനസ്സിൽ ആരുണ്ട് മോനെ? ഈ യാത്രയിൽ ഞാനങ്ങ് മരിച്ചുപോയാൽ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധം, അല്ലെങ്കിലും ഇത് തെറ്റാണെന്ന അവബോധത്തിനല്ലാതെ നിയന്ത്രിക്കാൻ കഴിയില്ല. തെറ്റുകളല്ലാതാകുന്ന കാലമാണ്. ഡിഷ് ആന്റിന വെച്ച മുസ്ലിയാരുടെ വീട്ടിനെ കുറിച്ച് തെറ്റായ പ്രചരണം വരും. അതേ സമയത്ത് ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന മുസ്ലിയാർക്ക് അഭിമാനമുള്ള കാലമാണെന്ന്. ഇവിടെയാണ് തെറ്റുകൾ കടന്നു വരുന്നത്. ആ മുസ്ലിയാര് നല്ല അഡ്വാൻസ്ഡ് മുസ്ലിയാരാണ്. ഇന്റർനെറ്റും അതുപോലെ കമ്പ്യൂട്ടറും ഒക്കെ വിനിയോഗിക്കുന്നയാളാണ് എന്ന് ഉയർത്തപ്പെടുന്ന കാലത്താണ് ചതി കടന്നു വരിക. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം കേട്ടോ. പാട്ടുകൾ നിസാരവൽക്കരിക്കപ്പെട്ട കാലമാണ്. ഗാനങ്ങളും ഗീതികളും എല്ലായിടത്തും ഉയരുന്ന സമയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, പെണ്ണിന്റെ പാട്ട് കേട്ടുകൊണ്ട് ആസ്വദിക്കുന്നവൻ വ്യഭിചാരത്തിന്റെ കൂട്ടുകാരിയുടെ കൂടെയാണ്. നിന്റെ ഞരമ്പുകളെ സ്വാധീനിച്ച് വലിച്ചു കൊണ്ടുപോകുന്നതിൽ അത്തരം മ്യൂസിക്കുകൾക്ക് സ്വാധീനമുണ്ട്. അത്തരം മ്യൂസിക്കുകൾ നിന്നെ മാടി വിളിച്ചു കൊണ്ടുപോയി തെറ്റിലേക്ക് കൊണ്ടുപോകും. സൈലന്റ് മ്യൂസിക്കുകളുടെ കാലമാണ്. എയർപോർട്ടുകളിലൊക്കെ ചെന്നാൽ വളരെ ശബ്ദമയമായ മ്യൂസിക്കല്ല, ഞരമ്പിൽ തറയ്ക്കുന്ന വളരെ ചെറിയ ശബ്ദമുള്ള മ്യൂസിക്കുകൾ മനുഷ്യനെ സ്വാധീനിക്കുന്ന മാസ്മരികതയുടെ പ്രവാഹങ്ങളുള്ള കാലമാണ്. ഇവിടെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എനിക്കൊരു അള്ളാഹു ഉണ്ടെന്ന ബോധം, എനിക്കൊരു മതമുണ്ടെന്ന ബോധം, എനിക്കൊരു പ്രവാചകനുണ്ടെന്ന ബോധം, അതെനിക്ക് എല്ലാത്തിനും മതിയാണെന്ന ബോധം, ഇത് നാലും ഉണ്ടായെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. എന്റെ നേതാവ്, ലോകത്തിന്റെ നേതാവ്, ഹബീബി وملاذي وكأسي ومشربي محمد رسول الله محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയമാണ് നമ്മുടെ നിയന്ത്രണത്തിന്റെ തലം. എല്ലാ നിയന്ത്രണത്തിന്റെയും എനിക്ക് വേറൊരു വിഷയവും എന്തുകൊണ്ടോ കൂടുതൽ വഴങ്ങാറില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ വരിഷ്ഠമായ അവദാനത്തിന്റെ ചെറിയ അനുബന്ധങ്ങൾ പറയുമ്പോഴേ ഒരാത്മസായുജ്യം വരാറുള്ളൂ. അതുകൊണ്ട് കടക്കാതിരിക്കാൻ നിർവാഹമില്ല. ലോകത്തിന്റെ നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോടുള്ള അനുരാഗത്തിന്റെ അസ്ഥിവാരങ്ങളെ അന്തരാളത്തിൽ അടയാളപ്പെടുത്തപ്പെട്ട കൗമാര യൗവനങ്ങളെ നീതിയുക്തമായ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പ്രയാസമില്ല. അതാണ് മദീനയുടെ രാജാവ് മാലോകർക്കിടയിൽ അതുല്യമായ വിപ്ലവത്തിന്റെ ആകാശത്തെ അന്ത്യനാൾ വരെ ജാജ്വല്യമായി അടയാളപ്പെടുത്തിയതിന്റെ സമവാക്യം ഹബീബിനെ പ്രണയിക്കാൻ പഠിപ്പിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിലേക്ക് പ്രണയം പിടിച്ചു, അങ്ങോട്ട് പ്രേമം കൊടുത്തു. ഒരു പ്രതിമയില്ലല്ലോ, പ്രതിച്ഛായയില്ലല്ലോ, പ്രതിഷ്ഠയില്ലല്ലോ, മ്യൂസിക്കുകളുടെ പരാമർശമില്ലല്ലോ, ഭൗതികമായ സ്വാധീന ശക്തികളൊന്നുമില്ലാതെ 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലോകത്തിന്റെ നേതാവിനെ ഹൃദയത്തിന്റെ അമൃതായി നിലനിർത്താൻ കഴിയുന്നതിന്റെ ആത്മീയതയുടെ മാസ്മരിക മന്ത്രമേതാണ്? അതാണ് മഹബ്ബത്തുലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയത്തിന്റെ പ്രപഞ്ചമാണത്. അതിന് തുല്യതകളില്ല. എങ്ങനെ അവതരിപ്പിക്കണമെന്നറിയില്ല. ഉഹിബ്ബുക ലാ തഫ്സീറ ഇൻദി ലിസബവതി ഉഹിബ്ബുക ഇൻദി വൽ ഹവാലാ യുഫസ്സറൂ. ആയിച്ചയും ഇഷ്ടവും വർണ്ണനകൾക്കപ്പുറമാണ്. അൽ ഹുബ്ബു ഹർഫാനി ഹാഉം ബഅദഹാ ബാഉ യലൂദു ഇൻദ മാനിഹ അൽ ഹിബ്ബാഉ. അനുരാഗികളുടെ മനസ്സിൽ
മനസ്സിനെ അതിന്റെ പരിഭാഷ അറിയൂ. അല്ലാത്തവർക്കറിയാത്ത അനുരാഗത്തിന്റെ ലോകത്തിന്റെ നേതാവാണ് ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതാണ് ഒരു വിശ്വാസിയുടെ വീട്ടിൽ ഇരിക്കുമ്പോ കാലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന നേതാവിന്റെ പേര് കേൾക്കുമ്പോഴേക്ക് യാന്ത്രികമായ ഒരു പ്രതികരണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ പേര് കേൾക്കുമ്പോഴേക്കാരും പറഞ്ഞിട്ടല്ല സ്വലാത്ത് ഉയരുന്നത്. സ്വലാത്തില്ലെങ്കിലും ഒരു മാറ്റം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് എങ്ങനെയെങ്കിലും വരും, ഒരു ശ്രദ്ധ വരുന്നുണ്ട്. അതിനുള്ള കാരണം ഹബീബിന്റെ ആത്മീയ സ്വാധീനമാണ്. അതുകൊണ്ട് അല്ലിമൂ ഔലാദകും മഹബ്ബത റസൂലില്ലാഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമം നമ്മുടെ മക്കളുടെ മനസ്സിൽ അടയാളപ്പെടുത്തിയാൽ അവര് പെട്ടെന്നൊന്നും വഴിതെറ്റി പോവുകയില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുരാഗത്തിന്റെ അലമാലകൾ അടങ്ങാത്ത സമുദ്രത്തിന്റെ അധ്യക്ഷനാണ്. വർണ്ണനകളുടെ വഴികൾക്ക് വരുതി നിശ്ചയിക്കാൻ പറ്റാത്ത ലോകത്തിന്റെ നേതാവാണ്. ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുഴുവനും പ്രണയമാണ് സമ്മാനിക്കുന്നത്, സ്നേഹമാണ് കൈമാറ്റം ചെയ്യുന്നത്. ഈ സ്നേഹമെന്ന വാക്കിന്റെ മധുരം അറിയുന്നത് ഹബീബിനോട് ചേരുമ്പോഴാണ്. അല്ലാത്തപ്പോൾ അത് ജഡിലമായ വികാരമായ കാലമാണിത്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചേർത്ത് വെക്കുമ്പോൾ അനുരാഗത്തിന് അർത്ഥം വരുന്നു. ഒരു ചെറിയ കാര്യം ഓർമ്മപ്പെടുത്തട്ടെ. എല്ലാ തെറ്റുകളുടെയും അരുതായ്മകളുടെയും ലോകത്ത് നിന്ന് ശുദ്ധീകരണത്തിന്റെയും സംസ്കരണത്തിന്റെയും അധ്യക്ഷ പദവി ആരിലേക്കാണ് വരുന്നത്? ഹബീബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. കള്ളുകുടിച്ച് മത്തന്മാരായ യുവജനങ്ങളുള്ള കാലം, പെണ്ണുപിടിച്ച് വ്യഭിചാരശാലകൾ കയറിയിറങ്ങുന്ന ഔദ്യോഗിക വൃത്തങ്ങളിൽ കഴിയുന്നവരുള്ള കാലം, ലോകരാഷ്ട്രങ്ങളുടെ നിയാമക വൃത്തങ്ങളുടെ പരിധിയിൽ തെറ്റുകൾക്ക് നീതിബോധം നൽകുന്ന കാലം, രാജ്യത്തിന്റെ ഉന്നത നീതിപീഠങ്ങളിൽ നിന്ന് തെറ്റുകൾക്ക് സമ്മതത്തിന്റെ മുദ്ര കിട്ടുന്ന കാലം, ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങൾ കഴുകിൽ മരത്തിലേറ്റാൻ വിധിയെഴുതുമ്പോഴും വലിയ വലിയ കുറ്റങ്ങളെ നീതീകരിക്കണമെന്ന് വാദിക്കുന്ന ഭൗതിക കോടതികളുടെ കാലം, മനുഷ്യൻ പരസ്പരം മൃഗീയതയിലേക്ക് മാറുന്നതിന് ഒപ്പുവെച്ചു കൊടുക്കണമെന്ന നീതിപീഠത്തിന്റെ ആസനാധികാരികൾ എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോഴും ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് കാടിളക്കി വെടിവെക്കുന്ന കാലം, പ്രാതികൂല്യങ്ങളുടെ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. പുരുഷനും ഇണകളായി ജീവിക്കുന്നതിൽ നമ്മുടെ രാജ്യത്തിന്റെ നീതിബോധത്തിന് പ്രശ്നമില്ല. വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ അധികാര പീഠങ്ങൾക്ക് ഇളക്കം തട്ടിയിട്ടില്ല. ചെറുചില്ലറ കാര്യങ്ങൾ ലോകത്തെ അടക്കി വെടിവെക്കാനുള്ള നീതിബോധത്തിന്റെയും സംരക്ഷണ ബോധത്തിന്റെയും ഏതോ ചില വിധാനങ്ങളെ ഇടിച്ചു വീഴ്ത്താൻ നടക്കുന്ന കാലം. ഇങ്ങനെ പറയാൻ ഇപ്പൊ എനിക്ക് കഴിയുകയുള്ളൂ. ആ രൂപത്തിൽ നിയമത്തിന്റെ ബലിഷ്ഠകരങ്ങളാൽ വരിഞ്ഞു മുറുക്കപ്പെട്ട പുതിയ സമൂഹത്തിന്റെ ഇടയിൽ നിൽക്കുമ്പോൾ നമ്മളെ ശരിയിലേക്ക് കൊണ്ടുവരാനുള്ള വഴി ഏതാണ്? ഹബീബി വ മലാദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതാ വരുന്നു മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. പരിശുദ്ധമായ മക്കയിലാണ്. ഒരുപാട് ആളുകൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്. അനവധി ആളുകൾ വിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റും തവാഫ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ കൊല്ലത്തെ ഹജ്ജിന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ മഹാന്റെ മനസ്സിൽ ഒരു വിചാരം, പടച്ചോനെ ഇവരെ എല്ലാവരെയും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ? അപ്പൊ അവിടുന്ന് പറഞ്ഞു, ആലോചിച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങിയപ്പോൾ അതാ വരുന്നു ഒരു ശബ്ദം, ഒരാളെ ഒഴിച്ച് എല്ലാരെയും അല്ലാഹു തആല ഇക്കൊല്ലം സ്വീകരിച്ചിട്ടുണ്ട്.
ഈ കൊല്ലം ഹജ്ജിന് പങ്കെടുത്ത 10,000-കണക്കിന് ആളുകൾ, അതിൽ ഒരാളെയല്ലാതെ എല്ലാവരെയും അല്ലാഹു സ്വീകരിച്ചു. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ആലോചിക്കുകയാണ്, പടച്ചവനെ, ആ സ്വീകരിക്കപ്പെടാത്ത ആള് ഞാനാണോ? നല്ലവരെങ്ങനെയാണ് ചിന്തിക്കുക, മോശക്കാര് ചിന്തിക്കുക അങ്ങനല്ല. ഞാൻ എന്തായാലും സ്വീകരിക്കപ്പെട്ടിട്ടുണ്ടാകുമെന്ന വിചാരമാണ്. അങ്ങനെ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ ചിന്തിക്കുന്നു, സ്വീകരിക്കപ്പെടാത്ത ആള് ഞാനാണോ? നേരം വെളുക്കുന്നത് വരെ പരിഹാരമില്ല. അവസാനമതാ പിറ്റേന്ന് വീണ്ടും കിടന്നുറങ്ങുമ്പോ വരുന്നു, ഓ മാലിക് ഇബ്നു ദീനാറേ, എല്ലാ ഹാജിമാരെയും അല്ലാഹ് സ്വീകരിച്ചു പോയി, പക്ഷേ മുഹമ്മദ് ബിൻ ഹാറൂൻ എന്ന ഖുറാസാൻകാരനായ ഒരാളെ മാത്രം അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല. അതാരാണെന്ന് അന്വേഷിക്കാൻ പിറ്റേന്ന് രാവിലെ ഇറങ്ങി. ഇത് ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തിയതാണ് ഞാൻ പറയുന്നത്. പിറ്റേന്ന് രാവിലെ ഇറങ്ങി അവിടുന്ന് ഖുറാസാൻകാരനായ മുഹമ്മദ് ബിൻ ഹാറൂൻ ആരാണെന്നറിയാൻ ഇറങ്ങി സഞ്ചാരം തുടരുന്നു. ഖുറാസാൻകാരായ ഹാജിമാര് താമസിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നു. അപ്പോഴതാ അവര് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് നിന്ന് ദീർഘകാലമായി ഇബാദത്ത് ചെയ്യുന്ന ആളാണ് മുഹമ്മദ് ബിൻ ഹാറൂൻ. നേരെ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നടന്നു ചെന്നു. എന്നിട്ട് ചോദിച്ചു, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹം ഇബാദത്തിലാണ്. അല്പം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? അന മാലിക് ഇബ്നു ദീനാർ. ഞാൻ മാലിക് ഇബ്നു ദീനാറാണ്. അൽ-ആലിമുൽ സാഹിദ്, പരിത്യാഗിയും പരിജ്ഞാനിയുമായ മാലിക് ഇബ്നു ദീനാറാണോ? ഉടനെ അവിടുന്ന് മറുപടി പറഞ്ഞു, അൽ-ആലിമു ഹുവല്ലാഹ് വസ്സാഹിദു ഉമർ ബിൻ അബ്ദുൽ അസീസ് സുഹുദുഹു അലാ ഗിനാഹു വസുഹുദി അലാ ഫഖ്രി. ആലിമ് അല്ലാഹുവാണ്, പരമജ്ഞാനി അല്ലാഹുവാണ്. ജല്ല ജലാലായ റബ്ബിനെ പുറത്തൊരു പരിജ്ഞാനിയില്ല. സാഹിദ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മകനെ ഉസ്താദിന്റെ അടുക്കൽ പഠിക്കാനാക്കിയിട്ട് പറഞ്ഞു, അവനെ പാട്ട് കേൾപ്പിക്കാൻ പാടില്ല, അവൻ വാദ്യോപകരണങ്ങളുടെ ശബ്ദം കേൾക്കാൻ പാടില്ല, അവനോട് നിങ്ങൾ തീർത്തും ഒരു സൗഹൃദത്തിൽ കമ്പനിയാകാൻ പാടില്ല, നിങ്ങൾ ഉസ്താദ് എന്ന നിലക്കൊരു പരിധി വെച്ചുകൊണ്ടേ കമ്പനിയാകാവൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇർഷാദ് നടത്താൻ പറ്റുകയില്ല. നിങ്ങൾ അവനെ വെറുതെ ഉള്ള കാര്യങ്ങളിലേക്ക് അവനെ ശ്രദ്ധ തിരിപ്പിക്കാൻ പാടില്ല. അല്ലാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന ഒരു വഴിയിലേക്കും അവനെ കൊണ്ടുപോയിക്കൂടാ എന്ന് പറഞ്ഞ് ശിക്ഷണം കൊടുത്തിട്ടാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ മകനെ പഠിക്കാനാക്കിയത്. അതുകൊണ്ട് തന്നെ ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ഒരു ദിവസം ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചു വരികയാണ്. ഒരുപാട് ആളുകൾ കാണാൻ നിൽക്കുന്നുണ്ട്. ആ സമയത്തതാ വാപ്പ പറഞ്ഞു, ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടെ നിൽക്കണേ, ഞാൻ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വരികയാണ്, ഒന്ന് വിശ്രമിച്ചിട്ട് വരട്ടെ. മകനീ വർത്തമാനം കേൾക്കുകയാണ്. വാപ്പാനെ വിളിച്ചു, വാപ്പയൊന്ന് വിശ്രമിച്ചിട്ട് തിരിച്ചിവരെ അഭിമുഖീകരിക്കാൻ കഴിയുമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? ഉടനെ മകനോട് ദേഷ്യം പിടിക്കുകയല്ല, മകനെ ആലിംഗനം ചെയ്തിട്ട് പറയുന്നു, മോനെ, അൽഹംദുലില്ലാഹില്ലദീ അഅ്താനി വലദൻ യുദക്കിറുനിൽ ആഖിറ.
പരലോകത്തെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു മകനെ എനിക്ക് അല്ലാഹു നൽകിയല്ലോ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ചെയ്തത്. വിശ്രമം മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിച്ചു കൊടുത്തു എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളുടെ ചരിത്രത്തിൽ കാണാം. ഏതായാലും ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ കൊട്ടാരത്തിൽ ജീവിച്ചിട്ട് പരിത്യാഗിയായ ആളാണ്. ഞാൻ പൈസയില്ലാത്തത് കൊണ്ട് പരിത്യാഗിയായ ആളാണ് എന്ന് ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ തങ്ങൾ താഴ്മയുടെ വർത്തമാനം പറഞ്ഞു. അപ്പോഴവിടുന്ന് ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ എത്ര കാലമായി ഇവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് മുമ്പ് മാലിക് ബിൻ ദീനാർ തങ്ങളോട് ചോദിക്കുകയാണ്, എന്തേ നിങ്ങൾ വന്നത്? ഞാൻ വന്ന കാര്യം പറയാൻ എനിക്ക് നാണമുണ്ട്. നാണിക്കണ്ട, പറഞ്ഞോളൂ. ഉടനെ അവിടുന്ന് മാലിക് ബിൻ ദീനാർ തങ്ങൾ പറഞ്ഞു, ഈ കൊല്ലം ഒരുപാട് ആളുകൾ ഹജ്ജിന് ഇവിടെ ഒരുമിച്ച് കൂടി. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അല്ലാഹു എല്ലാവരെയും സ്വീകരിച്ചിട്ടുണ്ടാകുമോ എന്ന്. അപ്പോഴാണ് എനിക്ക് വിവരം ലഭിച്ചു, ഒരാളെ അല്ലാതെ എല്ലാവരെയും അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടെന്ന്. ആ ഒരാള് നിങ്ങളാണെന്ന വിവരമാണ് എനിക്ക് ലഭിച്ചത് കേട്ടോ. പറയാൻ നാണമുണ്ട്. മുഹമ്മദ് ബിൻ ഹാറൂൻ അവിടെ ഇരുന്നൊരൊറ്റ കരച്ചിലാണ്. അല്പസമയം കഴിഞ്ഞപ്പോ ചോദിച്ചു, എന്തേ കരയുന്നത്? മറ്റൊന്നുമല്ല, കഴിഞ്ഞ 39 കൊല്ലമായി ഓരോ കൊല്ലവും ഹജ്ജ് കഴിയുമ്പോൾ നിങ്ങളെപ്പോലെ അറിയപ്പെട്ട ഒരു നല്ല മനുഷ്യൻ എന്റെ അടുക്കൽ വന്നിട്ട് എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാറുണ്ട്. ഇത് 40ാമത്തെ കൊല്ലമാണ് നിങ്ങൾ എനിക്ക് വിവരം തരുന്നത് എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ചോദിച്ചു, അല്ല, ഈ 40 കൊല്ലമായി നിങ്ങളുടെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ലെന്നല്ലേ വിവരം ലഭിച്ചത്? നിങ്ങൾ ചെയ്ത തെറ്റെന്താണ്? വല്ല അബദ്ധവും വന്നുപോയോ? ഉടനെ ആ സഹോദരൻ അറിയുകയാണ്, മറ്റൊന്നുമല്ല, ഒരു ദിവസം ഞാൻ കള്ളുകുടിച്ച് പ്രമത്തനായി. ഞാൻ എന്റെ വീട്ടിലേക്ക് ചെന്നു. ശഅബാൻ മാസം അവസാനമാണ്. വാതിൽ തുറന്നു തന്നത് എന്റെ മൂത്താപ്പയുടെ മകളാണ്. അവളങ്ങ് വാതിൽ തുറന്നു തന്നപ്പോഴേക്ക് ഉമ്മ ചൂടായി കൊണ്ട് ചോദിച്ചു, എടാ, നാളെ എല്ലാവർക്കും റമളാനാണ്, നീ സക്രാനാണോ? നീ മാത്രം ഇങ്ങനെ കള്ളു കുടിച്ച് നടക്കുകയാണല്ലേ? നാളെ എല്ലാവർക്കും റമളാനാണല്ലോ. കള്ളുകുടിച്ച് ബോധം നഷ്ടപ്പെട്ടു പോയ ചെറുപ്പക്കാരൻ ഉമ്മാന്റെ വസ്ത്രമടക്കി പിടിച്ചിട്ട് ഒരൊറ്റ തള്ളുകൊടുത്തു. ആ മാതാവ് അടുപ്പിന്റെ അടുക്കലേക്ക് വീണ് അഗ്നിബാധയേറ്റു. ഞാൻ അങ്ങനെ ഭ്രാന്തെടുത്തു തുള്ളുന്നത് കണ്ട് എന്റെ മൂത്താപ്പയുടെ മകൾ എന്നെ ഒരു മുറിയുടെ അകത്തേക്ക് തള്ളിയിട്ട് കതക് കുറ്റിയിട്ട് കളഞ്ഞു. പാതിരാത്രിയായപ്പോൾ ബോധം തെളിഞ്ഞു. കതക് തുറക്കാൻ വേണ്ടി ഞാൻ വിളിച്ചപ്പോൾ എന്റെ പെങ്ങൾ കതക് തുറക്കുന്നില്ല. ഞാൻ ചോദിച്ചു, മാഹാദിൽ ജഫ്വതു വമാഹാദൽ ജഫാ, ഇതെന്താ പെണ്ണെ, സാധാരണ ഇത്ര ദേഷ്യം കാണിക്കാറില്ലല്ലോ, നീ എന്താണ് ഇന്ന് വലിയ ദേഷ്യത്തിലാണല്ലോ? അപ്പോൾ അവൾ ഒന്നുകൂടി കയർത്തിട്ട് പറഞ്ഞു, എടാ, നീ ഉമ്മാനെ കൊന്ന ധിക്കാരിയാടാ എന്ന് പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ ആ കതക് ചവിട്ടി പൊളിച്ച് പുറത്തേക്കിറങ്ങി. എന്റെ ഉമ്മ അഗ്നിബാധയേറ്റ് മരിച്ചുപോയി. എനിക്കപ്പോഴേക്ക് ദുഃഖം വന്നു.
ഞാൻ നേരെ കതകിന്റെ അടുക്കലേക്ക് വന്ന് എന്റെ ഒരു കൈ വാതിൽ പടിയിൽ വെച്ച് മറ്റേ കൈ കൊണ്ട് ആ കൈപ്പത്തി അങ്ങ് മുറിച്ചു കളഞ്ഞു. 80,000 ദീനാറെന്ന് എന്റെ ഉടമസ്ഥതയിലുണ്ട്. അത് മുഴുവനും ഞാൻ പാവപ്പെട്ടവർക്ക് ധർമ്മം ചെയ്തു. എന്നിട്ടു ഞാൻ ഇറങ്ങിയതാണ് അല്ലാഹുവിന്റെ ഹറമിന്റെ ഭൂമിയിലേക്ക്. 40 ദിവസത്തിലൊരിക്കലേ ഞാൻ നോമ്പൊഴിക്കാറുള്ളൂ. എല്ലാ ദിവസവും ഞാൻ ഇബാദത്തിലാണ്. 40 കൊല്ലമായി ഞാൻ അറഫയിൽ പങ്കെടുക്കുന്നുണ്ട്. 40 കൊല്ലമായി ഞാൻ ഹജ്ജ് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 39 കൊല്ലവും ഓരോ സ്വാലിഹീങ്ങൾ വന്നിട്ട് പറയും, എടാ നിന്റെ ഹജ്ജ് കബൂലായിട്ടില്ല, എടാ നിന്റെ ഹജ്ജ് അല്ലാഹ് സ്വീകരിച്ചിട്ടില്ല. ഇത് 40ാമത്തെ കൊല്ലമാണ് നിങ്ങൾ എന്നോട് വന്ന് പറയുന്നത് എന്റെ ഹജ്ജ് സ്വീകരിച്ചിട്ടില്ല എന്ന്. ഞാൻ എന്തു ചെയ്യാനാണ്? ഉടനെ മാലിക് ബിൻ ദീനാർ തങ്ങൾ എഴുന്നേറ്റ് കയർക്കുകയാണ്. എടാ ധിക്കാരി, നിനക്ക് ലോകം മുഴുവനും അങ്ങ് ചുട്ട് കരിച്ചുകൂടായിരുന്നോ? ഉമ്മാനെ കത്തിക്കുന്നതിന് പകരം നിനക്ക് ലോകമങ്ങ് ചമ്പലാക്കിയാലും നഷ്ടം വരില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് കയർത്തങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മുഅ്മിനീങ്ങളെ, ഈ ചെറുപ്പക്കാരന്റെ 40 ഹജ്ജും സ്വീകരിക്കാതെ പോയത് മാതാവിനോട് അവിടുന്ന് അപമര്യാദയായി പെരുമാറിയതാണ്. അതിനുള്ള കാരണം തലയ്ക്ക് കള്ള് പിടിച്ചു പോയതാണ്. ഇന്ന് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാര് കല്യാണത്തിന്റെ തലേന്ന് ബോട്ടിൽ പൊട്ടിക്കുന്ന സംസ്കാരം എത്തിപ്പോയി. തലേന്ന് സൽക്കാരം വെക്കുന്ന എത്ര നാടുകളാണ്. അന്ന് സീല് പൊട്ടിക്കുന്നത് എത്ര കുപ്പിയുടേതാണ്. കുടിച്ചു തീർക്കുന്നത് ഈ സമുദായത്തിന്റെ മക്കളല്ലേ. പടിഞ്ഞാറിന്റെ പരിഷ്കാരം ഏറ്റെടുത്തതല്ലേ. ആധുനികതയുടെ നെറുകയിൽ തുള്ളാൻ കയറിയതല്ലേ. വലിയ ലോകം വികസിച്ചു പോയി എന്ന വാദമല്ലേ ഇന്നുള്ളത്. എവിടെ എത്തിപ്പോയി? മനുഷ്യൻ മൃഗമായി പോയില്ലേ. 6 വയസ്സുകാരിയും 60 വയസ്സുകാരിയും പീഡിപ്പിക്കപ്പെട്ടില്ലേ. പിതാവിന്റെ തലയടിച്ച് ചെരവ് കൊണ്ട് കൊന്നുകളഞ്ഞ ചെറുപ്പക്കാരുള്ള ദൈവത്തിന്റെ രാജ്യമല്ലേ ഇത്. കടപ്പുറത്ത് നിന്ന് ഭാര്യാപിതാവിനെ കൊന്നിട്ട് ബോട്ടിന്റെ അടിയിൽ വെച്ചത് തിരുവനന്തപുരത്ത് വിഴിഞ്ഞത്തല്ലേ. ഇതുപോലെ എത്രയോ വാർത്തകളാണ് ദിനേന വരുന്നത്. ഇതിനു മുഴുവനും പ്രചോദനം ഇന്നത്തെ വഴിവിട്ട സാങ്കേതികതയുടെ നെറികെട്ട സ്വാധീനമാണ്. അതുകൊണ്ട് TV ആരൊക്കെയോ അതിനെ പല പേരും വിളിച്ചെങ്കിലും തെറ്റിന്റെ വഴിയെന്ന് വിളിച്ചത് തെറ്റല്ല. മനുഷ്യനെ ഭ്രമത്തിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന ചിത്രങ്ങൾക്ക് ഇവിടെ സ്ക്രീനിംഗ് ഇല്ല. നേര് പറയുന്ന വാർത്താ മീഡിയകൾക്ക് വിലങ്ങിടുന്ന ഏതെങ്കിലും ഭരണകൂടം വൃത്തികെട്ടത് തുറന്നു വെക്കുന്ന ചാനലുകളെ നിയന്ത്രിക്കാറുണ്ടോ? ഇല്ല. ഇന്ന് മൊബൈൽ രോഗം ബാധിച്ചിട്ട് നമ്മുടെ മക്കൾ അവരുടെ കോൺസെൻട്രേഷൻ മുഴുവനും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ട് അവർ താന്തോനിവാസത്തിന്റെ അടിമകളായി മാറിയില്ലേ. വിഷയം പരക്കുന്നില്ല, പറയുന്നത് അവസാനിപ്പിക്കുന്നു. അതാ ഈ 40 കൊല്ലത്തെ തീരാ ദുഃഖവുമായിരിക്കുന്ന മനുഷ്യൻ അവിടെയും ഒരൊറ്റ കാര്യം, പ്രശ്നം പറഞ്ഞാൽ പോരല്ലോ, സൊല്യൂഷനും പറയണമല്ലോ. പ്രോബ്ലം പറഞ്ഞാൽ മതിയാകില്ലല്ലോ, പരിഹാരം വേണമല്ലോ. അതാണ് അവിടെ വരുന്നതാരാണ്? ഒരൊറ്റ വിളിയാണ്, റബ്ബേ
40 കൊല്ലമായി നിന്റെ കഅബാലയത്തിന്റെ കില്ലയോട് മുഖമമർത്തിയിട്ട് പാപമോചനം നടത്തി. 40 കൊല്ലമായി നിനക്ക് വേണ്ടി എന്റെ നെറ്റി നിറയിലേക്ക് വെച്ചു. നീ എനിക്ക് മോചനം നൽകിയില്ല. ഇനി എവിടെ പോകാനാണ്? മാലിക് ഇബ്നു ദീനാറിനെ പോലെയുള്ള മനുഷ്യൻ കയർത്ത് ദേഷ്യം പിടിച്ചിട്ട് തട്ടിയെറിഞ്ഞു പോയി. അവിടെയാണ് നബി सबसे अला वाउला हमारा नबी. മദീനയുടെ രാജാവ്, പരിഹാരത്തിന്റെ കേന്ദ്രമാണ്, അനുയായിയുടെ ചലനങ്ങളെ അറിഞ്ഞുകൊണ്ട് ഇടപെടുന്ന രാജാവാണ്. ഈ മനുഷ്യൻ പൊട്ടിക്കരഞ്ഞ് നിലവിളിക്കുമ്പോ മാലിക് ഇബ്നു ദീനാറിനെ പിടികൂടുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി വന്നിട്ട് പറയുന്നു, മാലിക് ഇബ്നു ദീനാറേ, എന്തേ നിങ്ങൾ കാണിച്ചത്? ജനങ്ങളെ അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശപ്പെടുത്തുകയാണോ? എന്തേ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ജനങ്ങളെ അകറ്റുന്ന പണിയാണോ നിങ്ങൾ ചെയ്തത്? അയാൾക്ക് അല്ലാഹ് പുറത്തു കൊടുത്തിരിക്കുന്നു. 3 ദിവസം അയാളെ നരകത്തിലിടും. 4-ാമത്തെ ദിവസം ഉമ്മാന്റെ മനസ്സിൽ മമത കൊടുക്കും. അയാളുടെ കയ്യിൽ പിടിച്ചിട്ട് രക്ഷപ്പെടുത്തുമെന്ന നിലക്കുള്ള മെസ്സേജ് ഉണ്ട്. അതുകൊണ്ട് മാലിക് ഇബ്നു ദീനാറേ, നിങ്ങൾ പോകണം, അയാളെ സമാധാനിപ്പിക്കണം. അയാൾക്കും അല്ലാഹു തആല മനസ്സമാധാനം നൽകി. ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ കിതാബിൽ വിശദീകരിച്ചതാണ് ഈ സംഭവം. ഏതായാലും അവസാനം മാലിക് ഇബ്നു ദീനാർ തങ്ങൾ തിരിച്ചു വരുമ്പോൾ പ്രസന്നമുഖനായി ഇയാള് മരിച്ചു കിടക്കുന്നുണ്ട്. വഹുവ മിമ്മൻ സല്ലല്ലാ അലൈഹി. മാലിക് ഇബ്നു ദീനാറും അദ്ദേഹത്തിന്റെ മേൽ ജനാസ നിസ്കരിച്ചു. അതുകൊണ്ട് എന്റെ രക്ഷിതാക്കളെ, അയാളുടെ 40 കൊല്ലത്തെ ഹജ്ജും ഇബാദത്തും ഒക്കെ നിഷ്പ്രഭമാക്കാനുള്ള അപമര്യാദ അയാളിൽ നിന്നുണ്ടായത് കള്ളുകുടിയിലേക്ക് വീണുപോയപ്പോഴാണ്, ആസ്വാദനത്തിലേക്ക് തെറിച്ചു പോയപ്പോഴാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതം സൂക്ഷിക്കണം. ആസ്വാദനത്തിന്റെ പാട്ടുകളിലേക്ക് നമ്മുടെ മക്കളെ മയക്കിക്കിടത്തരുത്. അതുപോലെ തന്നെ വീട്ടിൽ ടെലിവിഷന്റെ നിയന്ത്രണം ഉണ്ടാകണം. സ്വകാര്യ മുറിയിലേക്ക് ഇന്റർനെറ്റ് അനുവദിക്കരുത്. അവർക്ക് അത്യാവശ്യം പ്രൊജക്റ്റും അസൈൻമെന്റും തയ്യാറാക്കണമെന്ന ന്യായമാണെങ്കിൽ പബ്ലിക് മുറിയിൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ചെയ്യാൻ അനുവദിക്കണം. ടെലിവിഷൻ വീട്ടിൽ നിന്ന് എടുത്തു മാറ്റിയത് കൊണ്ട് കുട്ടിക്കൊരു വിവരവും നഷ്ടപ്പെടാനില്ല. അങ്ങനെ അല്ലാഹുവിന്റെ വജ്ഹും ഇരുലോകമോക്ഷവുമാണ് എന്റെ മാർഗം, എന്റെ ലക്ഷ്യമെന്ന് മനസ്സിലാക്കി വീട് ചിട്ടപ്പെടുത്തിയാൽ ഫറാദീസുൽ ജിനാനി ലനാ ഖറാറു. അപ്പോഴാണ് പറുദീസകൾ നമ്മുടെ വാസസ്ഥാനമായി മാറുക. എല്ലായിടത്തും അല്ലാഹുവെ കുറിച്ചുള്ള വിചാരം വേണം. നമ്മുടെ പെൺമക്കളെ പഠിക്കാൻ വിടുമ്പോൾ നിയന്ത്രണം വേണം. പള്ളിക്കൂടത്തിലേക്ക് രാവിലെ പോയിട്ട് വൈകുന്നേരം വരുന്ന 16-കാരിക്ക് എന്തിനാ വാപ്പാ മൊബൈൽ എന്ന ആലോചന വേണം. അവളെ നാളെ ആരെങ്കിലും അടിച്ചു കൊണ്ടുപോകുമ്പോ പ്രതി നിന്റെ മൊബൈലല്ലേ? മരുഭൂമിയിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ അധ്വാനിച്ചത് കൊണ്ട് മകൾക്ക് നരകം വാങ്ങിക്കൊടുത്തില്ലേ? രാവിലെ വീട്ടിൽ നിന്ന് പള്ളിക്കൂടത്തിൽ പോയി വൈകുന്നേരം വരുന്ന ഹൈസ്കൂൾ വിദ്യാർത്ഥിക്ക് എന്തിനാണ് മൊബൈൽ എന്ന ബോധം വേണം.
ഗൾഫിൽ നിന്ന് എന്റെ പ്രസംഗം കേൾക്കുന്ന ഭർത്താക്കന്മാരെ, വീട്ടിൽ സ്വന്തമായി കഴിയുന്ന ഭാര്യമാർക്ക് ലാൻഡ് ഫോണിനപ്പുറം എന്തിനാണ് ഒരു മൊബൈൽ ഫോൺ? കൂട്ടുകുടുംബ ജീവിതത്തിൽ നിന്ന് പ്രൈവറ്റ് ലൈഫിലേക്ക് മാറ്റിയപ്പോൾ അരമനകളിൽ ആരോ സുഖിക്കാനുള്ള അവസരം കൊടുക്കുമോ എന്ന ചിന്ത വേണം. പെൺമക്കൾ വഴിവിട്ട് സഞ്ചരിക്കുന്നുണ്ടോ എന്ന ബോധം വേണം. ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ചെറിയ ജീവിതമാണെങ്കിലും ഒരുപാട് ആളുകൾ പങ്കുവെച്ച ഗൃഹാതുരത്വത്തിന്റെയും ഇത്തരം വേദനകളുടെയും ഇടവേളകളെ ഉദ്ധരിക്കാനുണ്ട്. പക്ഷേ ഈ സദസ്സിന് പറ്റിയതല്ലാത്തത് കൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് വീട് വിട്ടിറങ്ങിപ്പോയ പെൺകുട്ടികളുടെ വാർത്തകൾ വായിക്കുമ്പോ എന്റെ മകൾ സുഭദ്രമായ വേലിക്ക് ഉള്ളിലാണോ എന്ന് ചിന്തിക്കണം. എന്റെ മകളുടെ ജീവിതം അല്ലാഹുവിന് പൊരുത്തപ്പെട്ട നിലക്കാണോ എന്ന ചിന്ത വേണം. അങ്ങനെ എല്ലാത്തിലും ഉപരി ജല്ല ജലാലായ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധം കൊണ്ടല്ലാതെ ഒരാളെയും നിയന്ത്രിക്കാൻ കഴിയില്ല. അതിനുള്ള ഏറ്റവും വലിയ വഴിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം. ആ പ്രണയത്തിനതിരില്ല. ഞാനൊരു സിനിമ കണ്ടുകൂടാ, കാരണം എനിക്ക് റസൂലുള്ളാഹിനെ കാണണം. ഞാൻ അവിടുന്ന് സുന്നത്തിനെ അവഗണിച്ചുകൂടാ, അതെന്റെ ഹബീബിന്റെ ചര്യയാണ്. ഞാൻ അവിടുന്ന് റസൂലുള്ളാഹിന്റെ ദീനിനെ നിസ്സാരപ്പെടുത്തിക്കൂടാ. അങ്ങനെ ഹബീബുമായി ബന്ധപ്പെട്ടാൽ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അവിടെയുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾക്ക് സ്വർഗം കൊടുത്തത് റസൂലുള്ളാഹിന്റെ കാൽപ്പാടല്ലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾക്ക് സ്വർഗം കൊടുത്തത് റസൂലുള്ളാഹിന്റെ ചെരുപ്പല്ലേ? അനസ് ഇബ്നു മാലിക് തങ്ങൾ പറഞ്ഞില്ലേ, എനിക്കൊരു പ്രതീക്ഷയും ഇല്ല, നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഞാൻ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിച്ചെന്നിട്ട് പറയും, അന ഹുവൈദിമുക ഉനൈസ്, അന ഹുവൈദിമുക ഉനൈസ്, അന ഹുവൈദിമുക ഉനൈസ്. നബിയേ, ഞാൻ അവിടത്തേക്ക് ഖിദ്മത്തെടുത്ത കൊച്ചു ഹാദിമായ കുഞ്ഞനസാണ് നബിയേ എന്ന് പറഞ്ഞു റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമെന്ന് പറഞ്ഞിട്ട് ഖബറിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിന്റെ മുടിയും വടിയും വെക്കാൻ വസിയ്യത്ത് ചെയ്തില്ലേ? അത് താരീഖ് അനസ് ഇബ്നു മാലിക്കിലില്ലേ? മുആവിയത്ത് ഇബ്നു അബീ സുഫിയാൻ പടക്കളത്തിൽ വീക്ഷണ വ്യത്യാസം വന്നോന്ന് പേടിച്ചു പോയപ്പോ റസൂലുള്ളാഹിന്റെ നഖമെടുത്ത് മുഖത്തും വായിലും അതുപോലെ പഞ്ഞി വെക്കുന്ന സ്ഥലത്ത് മുഴുവനും വെച്ചിട്ട് അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ച് അവിടുന്ന് വസിയ്യത്ത് ചെയ്തില്ലേ? അൽബിദായ വന്നിഹായ 7-ാം വോള്യത്തിലില്ലേ? റസൂലുള്ള വഫാത്തായതിനു ശേഷം എല്ലാ രാത്രിയിലും ഞാൻ റസൂലുള്ളാഹിനെ കാണുന്നുണ്ടെന്ന് അനസ് ഇബ്നു മാലിക് തങ്ങൾ രേഖപ്പെടുത്തിയില്ലേ? ഞാൻ ഒരു സെക്കൻഡ് റസൂലുള്ളാഹിനെ കണ്ടില്ലെങ്കിൽ ഞാൻ മുസ്ലിം അല്ലെന്ന് അബുൽ ഹസൻ ശാദുലി തങ്ങൾ എഴുതിയില്ലേ? റസൂലുള്ളയല്ലാതെ കവാടമില്ലെന്ന് അല്ലംനു വൽ ഉലാലി നായിത്തുൽ മുസ്തഫ ബിദാഫിൽ ബലാ എന്ന ഗ്രന്ഥത്തിൽ ബഹുമാനപ്പെട്ട അഹ്മദ് റിളാ ഖാനിൽ ബറേൽവി രേഖപ്പെടുത്തിയില്ലേ? അങ്ങനെ 10,000-കണക്കിന് ഇമാമിയങ്ങൾ വിജയത്തിന്റെ മുഴുവനും വഴി റസൂലുള്ളയാണെന്ന് ചിന്തിച്ച് മദീനയ്ക്ക് ഖിദ്മത്തെടുത്ത് മദീനയുടെ മണ്ണിന് മദ്ഹ് പറഞ്ഞ് ഹബീബായ റസൂലുള്ളാഹിന്റെ മദീനയിലെ മണ്ണെടുത്ത് കണ്ണിൽ വെച്ചിട്ട് ഇബ്രാഹിം അനാഖീദുല്ലിയ എന്ന പേരിൽ എഴുതിയ ഇബ്രാഹിം ഖലീഫ രേഖപ്പെടുത്തിയില്ലേ? فمتى من ثراك جفوني فمتى أفوز بنظرتي يا سيدي فمتى أكحل من ثراك جفوني
എപ്പോഴാണ് റസൂലുള്ളാഹിന്റെ മദീനത്തെ മണ്ണെടുത്തൊന്ന് കണ്ണിൽ വെക്കാൻ പറ്റുക? എപ്പോഴാണ് റസൂലുള്ളാഹിനെ ഒന്ന് കാണാൻ പറ്റുക? അല്ലാതെ എനിക്ക് വിജയമില്ലെന്ന് എഴുതിയില്ലേ യൂസുഫ് സാലിഹി? എന്റെ കയ്യിലാകെയുള്ളത് റസൂലുള്ളാഹിന്റെ സീറയുടെ രചനയാണെന്ന് സുബലുൽ ഹുദയിലൂടെ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഇമാമുൽ മറാഖിഷി അവിടുന്ന് റസൂലുള്ളാഹിന്റെ മദ്ഹിന്റെ കിതാബ് മാത്രമാണ് രക്ഷയെന്ന് പഠിപ്പിച്ചില്ലേ? റസൂലുള്ളാഹിന്റെ മദ്ഹ് എഴുതിയ കിതാബ് കൊണ്ടാണ് അള്ളാഹിന്റെ ഹബീബിന്റെ അടുക്കൽ എനിക്ക് ദറജ കിട്ടിയതെന്ന് ഗസാലി ഇമാം തങ്ങളെ കുറിച്ച് അബുൽ ഫത്ഹ് സാവി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തിയില്ലേ? ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിന് വ്യാഖ്യാനം എഴുതിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് മഹാന്മാര് എഴുതി വെച്ചില്ലേ? അങ്ങനെ 10,000കണക്കിന് ഇമാമുകളും ലോകത്തുള്ള എല്ലാവരും വിജയിക്കുന്നത് ഹബീബായ നബിയെ കൊണ്ടാണെന്ന് അവിടുന്ന് അതാ ഇമാം ഫഖറുദ്ദീൻ റാസി തങ്ങൾ അവിടുന്ന് തഫ്സീറുൽ കബീറിൽ വറഫഅനാ ലക ദിക്റക എന്നതിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചില്ലേ? അലം നശ്റഹിന്റെ വ്യാഖ്യാനത്തിൽ എഴുതി വെച്ചില്ലേ? അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ വഅദ് പറയാൻ അർഹനല്ല, വിഷയം പറയാൻ വിവരമില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ മദ്ഹ് അത് വിവരമില്ലാത്തവര് പറഞ്ഞാലും അതേവിടെ വെച്ച് പറഞ്ഞാലും അതിന് പരിഗണനയുണ്ടെന്ന ബോധമുണ്ട്. മരണം വരെ അത് പറയാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. റസൂലുള്ളാഹിനെ പ്രണയിച്ച് ഒരുപാട് തവണ കണ്ട് അവിടുത്തെ ഉടക്കാലൊന്ന് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് അവസാനം നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ റസൂലുള്ളാഹിന്റെ കൂടെ പോകാൻ അർഹതയില്ല, സ്വഹാബത്തിന്റെ കൂടെ പോകാൻ അർഹതയില്ല, താബിഈങ്ങളുടെ കൂടെ പോകാൻ അർഹതയില്ല, ഇമാമീങ്ങളുടെ കൂടെ പോകാൻ അർഹതയില്ല, ആരുടെയും കൂടെ പോകാൻ അർഹതയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ആലിമീകൾ അവരുടെ കൂടെ പോകാൻ അർഹതയില്ല. പക്ഷേ അവരെല്ലാം പോകുന്ന വഴിയിലൊന്ന് കിടന്നാൽ റസൂലുള്ളാഹി തങ്ങൾ കാരുണ്യത്തിന്റെ നേതാവാണ്. വഴിയിൽ കിടക്കുന്ന ഒരാൾക്ക് റഹ്മത്തായിട്ടല്ലാതെ നബി തട്ടുകയില്ല. കാരണം വഴിയിലുള്ള കല്ല് നീക്കുന്നത് സ്വതക്കയാണെന്ന് പഠിപ്പിച്ച നബി, അറുക്കുമ്പോൾ മയം കാണിക്കണമെന്ന് പഠിപ്പിച്ച നബി, വഴിയിൽ കിടക്കുന്ന ഒരാളെ തട്ടുമ്പോ സ്വർഗത്തിലേക്കല്ലാതെ തട്ടൂല്ല. റസൂലുള്ള തട്ടിയ കല്ല് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അതേ ദിശയിലല്ലാതെ തട്ടുകയില്ല. അപ്പൊ നമ്മൾ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ അല്ലാഹു ഒന്ന് കിടത്തിയാൽ ഹബീബ് ഒന്ന് തട്ടിത്തരുമല്ലോ മുന്നോട്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത് കണ്ടാൽ അതുപോലെയല്ലേ ചെയ്യൂ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളും അങ്ങനെയല്ലേ ചെയ്യൂ. അങ്ങനെ താബീങ്ങളും തബഉ താബികളുമെല്ലാം ഹബീബിനെ പിൻപറ്റിയിട്ട് തട്ടി തട്ടി അവസാനം റസൂലുള്ളാഹിന്റെ മാദിഹായ ഉമറുൽ ഖാലി തങ്ങളും ഒന്ന് തട്ടിയാൽ, ഈ കാലത്ത് ജീവിക്കുന്ന ആരെങ്കിലും ഒന്ന് തട്ടിത്തന്നാൽ സ്വർഗത്തിന്റെ പരിധിയിലെത്തി കിട്ടുമല്ലോ. അതല്ലാതെ പ്രതീക്ഷയില്ല. അല്ലാഹു നമുക്ക് ഇഖ്ലാസ് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ഖ് നൽകട്ടെ. ഒരുപാട് തവണ അവിടുത്തെ മദ്ഹ് പറയാൻ ജല്ല ജലാലായ റബ്ബ് നമുക്ക് ഭാഗ്യം നൽകട്ടെ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا ومولانا ومرشدنا محمد صلى الله عليه وسلم. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതിലുള്ള അബദ്ധം നീ വിട്ടുവീഴ്ച ചെയ്തു തരണം റഹ്മാനേ.
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അങ്ങേറ്റത്തെ ഇഷ്ക് നൽകണേ റഹ്മാനേ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാവിൽ കാണാനും അവസാനം അവിടുത്തെ തിരുമുഖം കണ്ട് മരിക്കാനും ഭാഗ്യം നൽകണേ റഹ്മാനേ. ഞങ്ങൾക്കൊരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഇൽമും ആഫിയത്തും തഖ്വയും ഇഖ്ലാസും നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ തെറ്റുകൊണ്ട് നിന്റെ ദീൻ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അവസ്ഥ വെക്കല്ലേ റഹ്മാനേ.